സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏലിയൻസ് ആയ സിക്കിനെയും സൂക്കിനെയും സാക്കിനെയുമാണ് കാണുന്നത്. ഇവരുടെ പ്ലാനറ്റിലെ കാണാതായ പവർ സോഴ്സ് തിരക്കി ഒരുപാട് നാളായി ഇവര് സ്പേസിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കാണ്. ഇവരാണ് നമ്മുടെ കഥയിലെ ഒരു മെയിൻ. അടുത്തതോ ബീവർ ആയിട്ടുള്ള ബോബ്. കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ ബോബ് ചില്ലറക്കാരനല്ല. കൃത്യം 6 മണിക്ക് എണീറ്റ് അവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടും വെച്ച് വെളിയിലോട്ട് ഇറങ്ങും. പാകമായ മരങ്ങള് മാറ്റി നട്ടും മരപ്പണിയെല്ലാം നടത്തി അവൻ അങ്ങനെ ഒറ്റയ്ക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. അടുത്തത് പാട്ടുകാരനായ പൂച്ച, നമ്മുടെ മാക്സ്. പാട്ടുകാരൻ എന്നവനെ എടുത്തു പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ വാ തുറക്കുന്നത് പാട്ട് പാടാനും ഭക്ഷണം കഴിക്കാനുമാണ്. ഇവന്റെ ഈ പാട്ട് ശല്യം കാരണം അവന്റെ ഓണർ വരെ നമ്മുടെ മാക്സിനെ ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മാക്സ് ഇങ്ങനെ പാട്ട് പാടുന്നത് എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. യുണീക്കായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ വേൾഡിൽ ഫേമസ് ആയ ഒരു സെലിബ്രിറ്റി ആവണമെന്നാണ് മാക്സിന്റെ ആഗ്രഹം. അങ്ങനെ അവന് കുറച്ച് ബലൂൺസ് കിട്ടി. പാട്ടില്ലെങ്കിൽ പോട്ടെ, ആദ്യമായിട്ട് പറക്കുന്ന പൂച്ച എന്ന ക്രെഡിറ്റ് എനിക്ക് കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ബലൂൺ വെച്ച് അവൻ പറക്കാണ്. അങ്ങനെ രാത്രി അവൻ കാട്ടിൽ പോയി വീണു. അവിടത്തെ ഘോര ശബ്ദങ്ങളൊക്കെ കേട്ട മാക്സ് പേടിച്ചരണ്ട എവിടേക്കോ ഓടി. അവസാനം എത്തിപ്പെടുന്നത് ബോബിന്റെ വീടിന്റെ ഫ്രണ്ടില്. പുലികളെ പറ്റിയുള്ള ബുക്കൊക്കെ വായിച്ച് കിടന്നുറങ്ങുന്ന ബോബ് ശബ്ദം കേട്ട് വെളിയിൽ വന്ന് നോക്കുമ്പോൾ പുറത്ത് ആരെയും കാണുന്നില്ല. ഇനി വല്ല പുലികളായിരിക്കോ എന്ന് തെറ്റിദ്ധരിച്ച നമ്മുടെ ബോബിന്റെ മുന്നിൽ മാക്സ് വന്ന്, ഞാൻ പുലിയൊന്നുമല്ല, സാധാ ഒരു പൂച്ചയാ, വെളിയിൽ നല്ല തണുപ്പാ, ഇന്ന് രാത്രി ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ബോബ് അവനെ പുറത്താക്കി. മാക്സ് ഒന്നുമില്ലെങ്കിൽ പാട്ടുപാടി തോൽപ്പിക്കും എന്ന് പറയും പോലെ അവൻ പുറത്ത് കിടന്ന് കാറിക്കൂവി പാട്ട് പാടാൻ തുടങ്ങി. ബോബ് അവസാനം സഹി കെട്ട് ഇങ്ങോട്ട് കേറി വാ എന്നും പറഞ്ഞ് മാക്സിനെ വിളിച്ച് അകത്ത് കയറ്റി കിടത്തുകയാണ്. അന്ന് രാത്രിയിൽ ഒരു ബുക്ക് വായിച്ച മാക്സ് ബോബ് ഒരു ബീവർ ആണെന്ന് മനസ്സിലാക്കി. അവന്റെ വീടുണ്ടാക്കിയിരിക്കുന്ന ശൈലിയും മാക്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മിന്നാമിനുങ്ങുകളെയാണ് ലൈറ്റായിട്ട് നമ്മുടെ ബോബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ സ്പേസിൽ നോക്കുമ്പോൾ സിക്കും സൂക്കും സാക്കും അലഞ്ഞ് ഇപ്പോഴും പവർ സോഴ്സ് കിട്ടിയിട്ടില്ല. അങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് ഭൂമിയിലെ ഒരു ഭാഗത്താണ് ഈ പവർ സോഴ്സ് ഉള്ളതെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. ഇവര് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഇവരെ ഫോളോ ചെയ്ത് മറ്റു ചില ഏലിയൻസ് വലിയൊരു സ്പേസ് ഷിപ്പിൽ വരുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ബോബ് എണീറ്റ് മാക്സിനോട് പറഞ്ഞു, ദേടാ ഈ മരം ഒന്ന് മുറിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന്. മാക്സ് ആണെങ്കിൽ ട്രഷർ ഹണ്ട് നടത്തുന്നതിന്റെ തിരക്കിലാണ്. ഇവിടെ എവിടെയോ ഒരു ട്രഷർ മാപ്പ് ഉണ്ട്, അത് കുളത്തിലെങ്ങാണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ചൂണ്ടയിടാൻ പോകുമ്പോൾ നമ്മുടെ ബോബിന് ഒരു ഐഡിയ. ബോബിന് ഈ മരം മുറിക്കണമായിരുന്നു, മാക്സ് സഹായിക്കുകയും വേണം. അവൻ എന്തോ ചെയ്തു, ഒരു ട്രഷർ മാപ്പ് സ്വന്തമായിട്ട് വരച്ചു. എന്നിട്ട് നമ്മുടെ മാക്സ് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന കുളത്തിലേക്ക് പോയി. എന്നിട്ട് അവന്റെ ചൂണ്ടക്കുളത്തിൽ ഇത് കൊരുക്കി വിട്ടു. അങ്ങനെ ഈ ട്രഷർ മാപ്പ് നോക്കിയ നമ്മുടെ മാക്സ് കരുതുന്നത് ബോബ് പറഞ്ഞ ഈ മരത്തിനടിയിലായിട്ടാണ് ട്രഷർ ഉള്ളതെന്ന്. അങ്ങനെ നമ്മുടെ ബോബിന് ഈസി ആയിട്ട് നമ്മുടെ മാക്സ് ഈ മരം മുറിച്ചു കൊടുത്തു. അതിനകത്ത് നിന്ന് ഒരു ഡിസ്ക് പോലുള്ള സംഗതിയാണ് മാക്സിന് കിട്ടുന്നത്. ഇതാണോ ട്രഷർ? എന്തായാലും എടുത്തു വെച്ചേക്കാമെന്ന് മാക്സ് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ആവട്ടെ നമ്മുടെ ഏലിയൻ ഫ്രണ്ട്സിന്റെ പിറകെ ആയിട്ട് മറ്റു ചില ഏലിയൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവര് തമ്മിൽ ഒരു ചേസ് തന്നെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിക്കിന്റെയും സൂക്കിന്റെയും സാക്കിന്റെയും സ്പേസ് ഷിപ്പ് തട്ടി തകർത്താണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇന്നേരത്ത് നമ്മുടെ മാക്സ് ആണെങ്കിൽ ബൈനോക്കുലർ വെച്ച് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു സാധനം കത്തിപ്പിടിച്ച് ഭൂമിയിലേക്ക് വരുന്നതായി കാണുന്നത്. അത് നമ്മുടെ ഏലിയൻ ഫ്രണ്ട്സിന്റെ സ്പേസ് ഷിപ്പ് ആയിരുന്നു. ഇവര് വീടിനകത്ത് കയറി ഒളിച്ചിരുന്നു. അങ്ങനെ ബോബും മാക്സും അത് പോയി വീണ സ്ഥലത്ത് പോയി നോക്കുമ്പോഴാണ് അത് ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഏലിയൻസിനെ പൊതുവേ പേടിയില്ല, ഇവര് വേഗം ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഏലിയൻസ് ഇവരെ കണ്ടെത്തി ഇവരുടെ മുന്നിലേക്ക് വന്നു. ഇവര് ബബ്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം അവരെന്തെങ്കിലും ചെയ്താലോ. അങ്ങനെ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് ഭൂമിയിലോട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഏലിയൻസിനെ പറ്റി പഠിക്കുന്ന വിക്കിയും ടിക്കിയും അവിടുത്തെ സിഗ്നലും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോൾ കാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിക്കിയാണ് കാർ ഓടിക്കുന്നത്. ടിക്കി തൊട്ടപ്പുറത്ത് നിന്ന് അങ്ങോട്ട് വണ്ടി തിരിക്കുക, ഇങ്ങോട്ട് വണ്ടി തിരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇവന്മാര് ഏതാണ്ട് ഒരു കുഴിയിൽ പോയിട്ട് വീഴൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവിടെ നിന്ന് എണീറ്റ് രണ്ടെണ്ണവും കൂടെ പിന്നെയും വണ്ടിയെടുത്ത് ഒരേ പോക്കാണ്. ഇപ്പോ നമ്മുടെ സിക്കും സൂക്കും സാക്കും സംസാരിക്കുന്നത് എന്താണെന്ന് ബോബിനും മാക്സിനും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഭൂമിയെ പറ്റിയാണെങ്കിലോ ഇവര് ചോദിക്കുന്നേ എന്ന് വിചാരിച്ച് മാക്സും ബോബും ഭൂമിയുടെ അവസ്ഥകൾ, അതായത് ഭൂമി ഏത് രീതിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തി എന്ന് കഥയായി പറഞ്ഞു കൊടുക്കാണ്. മാക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചതാണ് ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കാര്യം. പൂച്ചകളെ പോലുള്ള ആൾക്കാരാണ് ഈ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത് എന്നൊക്കെ മാക്സ് പറയുമ്പോൾ ബോബ് പറയാണ്, അല്ലല്ല, കൺസ്ട്രക്ഷൻ പണിക്കാരാണ് ഈ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതെന്ന്. അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭൂമിയുടെ ചരിത്രം ഇവര് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇത് കേൾക്കുന്ന നമ്മുടെ ഏലിയൻസ് തലക്കടിച്ചിട്ട് അതൊന്നുമല്ല എന്ന മട്ടില് അവരുടെ സ്പേസ്ഷിപ്പിനകത്ത് നിന്ന് ഫോൺ പോലുള്ള ഒരു സംഗതി എടുക്കുന്നുണ്ട്. ട്രാൻസ്ലേറ്റർ ആണെന്നാ തോന്നുന്നത്, പക്ഷെ അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ കൂട്ടത്തിലെ പെൺ ഏലിയനായ സാക്ക് ഒരു പ്രത്യേക എനർജി എടുത്തു. എന്നിട്ട് അവള് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്, അതായത് ഇവർക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭൂമിയുടെ ചരിത്രമൊന്നുമല്ല ഞങ്ങൾ തിരക്കിയത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഒരു പവർ സോഴ്സ് തിരക്കിയിട്ടായിരുന്നു. ഞങ്ങൾക്ക് കാണാതായ ഒരു പവർ സോഴ്സ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഏലിയൻസ് ഞങ്ങളെ ചേസ് ചെയ്തത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു പവർ സോഴ്സ് കണ്ടെത്തുന്നത് വരെ ഇവിടെ താമസിച്ചോളാനായിട്ട് ബോബും മാക്സും അവരോട് പറയാണ്. ഇതിനിടയ്ക്ക് ഇവര് നല്ല കട്ട കമ്പനി ആവുന്നുണ്ട് കേട്ടോ. കഥ പറഞ്ഞും പാട്ടുപാടിയും അവിടെ ജീവിച്ചും അങ്ങനെ 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 നല്ല കമ്പനി ആയിട്ട് മാറുന്നുണ്ട്. വിക്കിയും ടിക്കിയും ആവട്ടെ ഈ ഒരു സംഗതി തെരഞ്ഞ് നടക്കുകയാണ്. ആ ഒരു ഹോളിഡേ സമയത്ത് റിക്ക് എന്നൊരു പയ്യൻ കൂടി ഈ കാടിന്റെ തൊട്ടടുത്ത് അവന്റെ അപ്പൂപ്പന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോഴും ഈ കാർട്ടൂണും കണ്ട് ഡ്വാർഫുകളുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കലാണ് മെയിൻ പരിപാടി. അങ്ങനെ അവൻ സ്വന്തമായിട്ട് പല ക്യാരക്ടറായി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്കിയുടെയും ടിക്കിയുടെയും വണ്ടി അതുവഴി പാസ് ചെയ്യുന്നത്. അവൻ കളിക്കാനായി ഉണ്ടാക്കി വെച്ച സകല സാധനങ്ങളും തകർത്താണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സിക്കും സുക്കും സാക്കും കേടായി പോയിട്ടുണ്ടായിരുന്ന സ്പേസ്ഷിപ്പ് മാക്സ് ശരിയാക്കി കൊടുക്കുമ്പോൾ അത് പറപ്പിച്ച് നോക്കുകയാണ്. അന്നേരത്താണ് റിക്ക് അവിടേക്ക് എത്തുന്നത്. അവന് അവിടെ നിന്ന് ഒരു റിമോട്ട് കിട്ടി. അത് പിടിച്ചമർത്തിയതും അവന്റെ ചുറ്റിലുണ്ടായിരുന്ന സകല സാധനങ്ങളും പറക്കാനായി തുടങ്ങി. അതായത് ഗ്രാവിറ്റി കുറവുള്ളത് പോലെ കേട്ടോ. അപ്പോഴാണ് ടിക്കിയും വിക്കിയും ആ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റിക്കിനെ കണ്ട ഇവന്മാർ നീ എന്തോന്ന് പിടിച്ചമർത്തിയടാ എന്ന് ചോദിക്കുമ്പോൾ ആ റിമോട്ട് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാക്സ് ആ റിമോട്ട് തിരികെ എടുത്ത് വീണ്ടും ആ സ്വിച്ച് അമർത്തിയപ്പോൾ വീണ്ടും ഗ്രാവിറ്റി വന്നു. ഇവരെല്ലാവരും താഴെ വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ജീവൻ രക്ഷപ്പെട്ടു എന്ന മട്ടില് അവര് സംസാരിക്കുകയാണ്. ഇത് കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ എന്തോ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ മാക്സ് പറഞ്ഞു എനിക്കൊരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കണമായിരുന്നല്ലോ എന്ന്. ഇതിന്റെ പിറകില് ഒരു കഥയുണ്ട്. ബോബ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളായിരുന്നു. മാക്സ് വന്നതിൽ പിന്നെ അവന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. മാക്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബോബിനും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇവരൊരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കി. അങ്ങനെ മാക്സ് ഈ ഹോട്ട് എയർ ബലൂണിൽ പറക്കുമ്പോൾ അത് കൺട്രോൾ കിട്ടാണ്ട് പോവാണ്. ബോബ് അങ്ങനെ അവനെ പിടിച്ച് താഴെ ഇറക്കി. അവന്റെ ആഗ്രഹമായിരുന്നെങ്കിലും ഈ ബലൂൺ തകർന്നുപോയി. അപ്പോൾ അതൊന്നുകൂടി റീക്രിയേറ്റ് ചെയ്താലോ എന്നാണ് മാക്സ് ബോബിനോട് ചോദിക്കുന്നത്. അത് നമ്മുടെ ഏലിയൻ ഫ്രണ്ട്സിനും ഇഷ്ടാവുമല്ലോ. റിക്കും പറഞ്ഞു എനിക്കും അത് ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. ബോബും മാക്സും റിക്കും കൂടി ഉണ്ടാക്കിയ ഹോട്ട് എയർ ബലൂണിൽ ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ നോക്കുമ്പോൾ വിക്കിയും ടിക്കിയും വന്ന് നമ്മുടെ ഏലിയൻസിനെയും അവരുടെ സ്പേസ്ഷിപ്പും വണ്ടിയിലെടുത്ത് കൊണ്ടുപോകുന്നത് കാണുകയാണ്. ഇവന്മാരെ ഹോട്ട് എയർ ബലൂണിൽ ഇവരെ ഫോളോ ചെയ്തു പോയി. അങ്ങനെ വിക്കിയും ടിക്കിയും ആവട്ടെ കാട്ടില് ഇവരുണ്ടാക്കി വെച്ച ഒരു കുഴിയിൽ പോയിട്ട് ഒരൊറ്റ വീഴ്ചയായിരുന്നു. ബോബും മാക്സും റിക്കും വന്ന് അവിടെ കിടക്കട എന്നും പറഞ്ഞ് ഇവരുടെ വണ്ടി എടുത്തോണ്ട് പോയി. ഇവന്മാരെ കെട്ടിയിട്ടേക്കുവാണ്. ഇവരങ്ങനെ മരത്തേല് കെട്ടിക്കിടക്കുകയാണ്. ഇതേ സമയത്ത് തേനീച്ചകളെ വളർത്തുന്ന ബാലുക്കരടി തേനീച്ചകളെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഏലിയൻ ഫ്രണ്ട്സിന്റെ പിറകെ വന്ന ആ മണ്ട ഏലിയൻസ് ഇവന്റെ അടുത്തോട്ട് വരുന്നത്. ഏലിയൻസ് വന്നതല്ലേ എന്നും കരുതി പൂക്കളൊക്കെ കൊടുത്ത് ബാലുക്കരടി അവരെ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള തോക്ക് ഉപയോഗിച്ച് ബാലുക്കരടിയെ ഇവന്മാര് അവരുടെ സ്പേസ്ഷിപ്പിനകത്താക്കി കൊണ്ടുപോവാണ്. ഇന്നേരത്ത് ടിക്കിയും റിക്കിയും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണമല്ലോ എന്നും കരുതി ഇരിക്കുമ്പോൾ ദേ ഏലിയൻസ് അവരുടെ ഫ്രണ്ടിലോട്ട് വന്നു. ആഹാ ഏലിയൻ ചേട്ടന്മാരെ ഞങ്ങളെ രക്ഷപ്പെടുത്തോ എന്നൊക്കെ ചോദിച്ച് ഇവന്മാര് അവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ വിക്കിയെയും റിക്കിയെയും ഇതേപോലെ തന്നെ ഈ ഏലിയൻസ് അവരുടെ സ്പേസ്ഷിപ്പിനകത്ത് ട്രാപ്പാക്കി എടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെ നമ്മുടെ ഹോട്ട് എയർ ബലൂണില് മാക്സും വിക്കിയുടെയും ടിക്കിയുടെയും വണ്ടിയിൽ നമ്മുടെ ഏലിയൻസും എല്ലാവരും പോകുമ്പോൾ മാക്സിന് ആരോ പൊക്കി എടുത്തോണ്ട് പോയി. നോക്കുമ്പോൾ അത് മറ്റേ ഏലിയൻസ് ആണ്. അവർ പറഞ്ഞു ഇവരാണ് ഞങ്ങളെ ചേസ് ചെയ്തത്, ഇങ്ങോട്ട് വന്നത്. അവർക്ക് ഒരു സ്പേസ് സൂ ഉണ്ട്. മറ്റുള്ള പ്ലാനറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങളെയൊക്കെ അവരവിടെ സൂക്ഷിക്കും. മൃഗങ്ങൾ എന്ന് പറയുന്നത് ജീവികൾ എല്ലാത്തിനെയും. ഈ സ്പേസ്ഷിപ്പിനകത്ത് ഒരു ജയിൽ പോലുള്ള സംഗതിയിൽ എല്ലാവരെയും ഇവരാക്കിയിരിക്കുകയാണ്. അന്നേരം മാക്സ് ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇവിടുത്തെ ഈ ഏലിയൻ അസിസ്റ്റൻസിന് ഗെയിം ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ബാലുവിനോട് ഇക്കാര്യം പറഞ്ഞു. നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ അവരുടെ മുന്നിൽ ആക്ട് ചെയ്യണം, അങ്ങനെ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റണമെന്ന്. സ്റ്റോൺ പേപ്പർ സീസർ കളിക്കുന്ന മാക്സിനെ കണ്ട ഈ ഏലിയൻ അസിസ്റ്റൻസ് അവരുടെ കൂടെ കളിക്കാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാക്സ് ഇവന്മാരുടെ ശ്രദ്ധ തെറ്റിയ സമയത്ത് അവിടെ നിന്ന് ഒരു പൈപ്പ് വഴി പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ടുള്ള
ശ്രമത്തിലായിരുന്നു. ബാലുക്കരടിയോട് ഞാനിങ്ങ് വരാമേ എന്നും പറഞ്ഞ് അവൻ ഈ സ്പേസ്ഷിപ്പിനകത്ത് നിന്ന് പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം. എന്നിട്ട് നേരെ അവന്റെ ഫ്രണ്ട്സിനെ തിരക്കി ഇറങ്ങുകയാണ്. കുറേ ദൂരം ചെന്ന് ബോബിന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് ബൈനോക്കുലർ എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ബോബും റിക്കും അതുപോലെ ഏലിയൻസും എല്ലാവരും കൂടി ആ സ്പേസ്ഷിപ്പിനകത്തോട്ട് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഏലിയൻസുമായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ വലിയൊരു പോരാളി ലുക്കിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവനിങ്ങനെ തോന്നുകയാണ് ഇത് നടക്കത്തില്ല എന്ന്. പിന്നീടാണ് അവൻ ഓർമ്മ വരുന്നത് നമ്മുടെ ഏലിയൻ ഫ്രണ്ട്സിന്റെ സ്പേസ്ഷിപ്പ് അവിടെ ഉണ്ടല്ലോ, അതൊന്ന് കറക്റ്റ് ആക്കി എടുത്തിട്ട് വേണം ഇതുമായി പോയി അവന്മാരോട് ഫൈറ്റ് ചെയ്യാനെന്ന്. അപ്പോ ഇതിലൊരു ഡിസ്കിന്റെ സ്പേസ് കാണുകയാണ്. അവന് തോന്നി അന്ന് എനിക്ക് നിധിയായി കിട്ടിയ ആ ഡിസ്ക് അത് ഇതിലേ ആയിരിക്കുമോ. അവൻ എന്തോ ചെയ്തു, എടുത്തു വെച്ച് ആ ഡിസ്ക് എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതായിരുന്നു ശരിക്കും നമ്മുടെ ഏലിയൻ ഫ്രണ്ട്സ് തേടി വന്നിട്ടുണ്ടായിരുന്ന പവർ സോഴ്സ്. അങ്ങനെ ഈ ഒരു സ്പേസ്ഷിപ്പ് ഓടിക്കാനായി പഠിച്ച നമ്മുടെ മാക്സ് ആവട്ടെ നേരെ ഇത് വെച്ച് നല്ല സ്റ്റൈലിഷായി ഓടിച്ചോടിച്ച് നമ്മുടെ പുതിയ ഏലിയൻ സ്പേസ്ഷിപ്പിന്റെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞു സ്പേസ്ഷിപ്പ് കണ്ടതും ആ മണ്ട ഏലിയൻ ആവട്ടെ അവരുടെ സ്പേസ്ഷിപ്പിന് ഷീൽഡ് ഇടുകയാണ്. അതായത് ഇത് കാരണം ഒരു പ്രശ്നവും അവരുടെ സ്പേസ്ഷിപ്പിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നേരത്ത് ഇവരുടെ സ്പേസ്ഷിപ്പിനകത്തുണ്ടായിരുന്ന നമ്മുടെ ബോബും റിക്കും എല്ലാവരും കൂടെ നമ്മുടെ സൂക്കിനോടും സാക്കിനോടും ഏലിയൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഏലിയൻസിന് മനുഷ്യരുടെ പാട്ട് അല്ലെങ്കിൽ ഭൂമിയിലെ പാട്ട് ഒട്ടും ഇഷ്ടമല്ല എന്നവർ പറയാണ്. ഇവന്മാരെ തറപറ്റിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് പാടാൻ തുടങ്ങി. അങ്ങനെ അവസാനം കൺട്രോൾ പാനലില് ഷീൽഡ് അറിയാതെ ഇവന്മാര് ഓഫാക്കി കളഞ്ഞു. കറക്റ്റ് ഓഫായ സമയത്ത് മാക്സ് ഈ സ്പേസ്ഷിപ്പ് തകർത്ത് എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യാണ്. ഈ പവർ സോഴ്സ് തിരികെ കിട്ടിയതിന് സൂക്കും സാക്കും മാക്സിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഈ ഭൂമിയിൽ മാത്രമല്ല ഞങ്ങളുടെ പ്ലാനറ്റിലും നീ ഒരു ഹീറോ ആയിരിക്കും എന്നൊക്കെയാണ് അവര് പറയുന്നത്. മാക്സ് ശരിക്കും ഫ്രണ്ട്സിനെ രക്ഷപ്പെടുത്താനായിട്ടാണ് ചെയ്തതെങ്കിലും അവന്റെ ആഗ്രഹമായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആവല് അതിവിടെ നടക്കാണ്. അങ്ങനെ ഇവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ സൂക്കും സാക്കും പോകുമ്പോ ഇവിടെ നമ്മുടെ ആ വലിയ സ്പേസ്ഷിപ്പില് ആ മണ്ട ഏലിയൻസുമായിട്ട് വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ് വിക്കിയും ടിക്കിയും. പെട്ടെന്നാണ് ഒരനക്കം. ഇവരുടെ ഈ സ്പേസ്ഷിപ്പുമായിട്ട് സൂക്കും കൂടിയിട്ട് ദൂരെ പോയി മറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ റിക്ക് ഹോളിഡേ കഴിഞ്ഞ് തിരികെ നാട്ടിലോട്ട് പോയി. ബോബിനും മാക്സിനും നല്ലോണം നമ്മുടെ ഏലിയൻ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ തിരികെ വരുമല്ലേ നമ്മളെ കാണാൻ എന്ന മട്ടില് അവരുറങ്ങുകയാണ്. പിറ്റേ ദിവസമാവട്ടെ കാട്ടില് ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് വിക്കിയും ടിക്കിയുമാണ്. ഇവര് ശരിക്കും സ്പേസിൽ പോയതല്ലായിരുന്നു. സൂക്കും സാക്കും ഇവരെ തിരികെ ഭൂമിയിലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഏലിയൻസ് ദേ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2018 പുറത്തിറങ്ങിയ ടു ടെയിൽസ് എന്ന ഒരു മനോഹരമായ ഏലിയൻ കോമഡി മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാരെ എങ്ങനെയുണ്ട്? കൂട്ടുകാർക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ. നമ്മൾ ഏലിയൻ മൂവീസ് ഒക്കെ കാണാറുണ്ട്, പക്ഷെ നമ്മുടെ കണക്കില് ഒന്നെങ്കിൽ ഫ്രണ്ട്ലി ആയിരിക്കും അല്ലെങ്കിൽ ബാഡ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മളെ കൂട്ട് തന്നെ മനുഷ്യന്മാരുടെ പോലെ തന്നെ നല്ലവരും ചീത്തവരും ഏലിയൻസിലും ഉണ്ട്. ആ ഒരു ടൈപ്പ് ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ് കേട്ടോ. നല്ല എന്റർടൈനിങ് ആണ്, ഒരുപാട് കോമഡി ഉണ്ട്. പ്രത്യേകിച്ച് ബോബിന്റെയും മാക്സിന്റെയും കോൺവെർസേഷൻ ഒക്കെ വമ്പൻ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു തിക്ക് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു അപകടം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോലും പണയം വെച്ച് നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ കാണിക്കുന്ന ആ ഒരു ധൈര്യവും കാര്യങ്ങളും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ നല്ലൊരു അടിപൊളി തീമാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവി തന്നെയാണ്. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ എത്രത്തോളം പരിശ്രമിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് അതൊരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും തളർന്ന് പിന്മാറരുത്. കാരണം നമ്മൾ ഒരുപാട് ദൂരം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രമാത്രം എഫേർട്ട് നമ്മൾ ആ കാര്യത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നും പറഞ്ഞ് അത് ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാൾ നമ്മൾ ഇത്രയും ദൂരം ഇതിനു വേണ്ടി വന്നതാണ്, അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ആ ഒരു പരിശ്രമം നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സക്സസ് ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതും ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം മാക്സ് ഒറ്റ ഒരാളാണ് അവന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയത്. അവൻ ആ ഒരു പരിശ്രമം ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യം നടന്നതും. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന 80% അബവ് ആൾക്കാരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. പിന്നെ ഇത്തരത്തിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായിക്കോട്ടെ, നിങ്ങൾക്ക് കൊള്ളില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതായിക്കോട്ടെ, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതായിക്കോട്ടെ, എന്തായാലും കമൻസ് ആയിട്ട് പറയാം. പിന്നെ കൂട്ടുകാരുടെ പേരുകൾ നമ്മൾ വീഡിയോക്കിടയിൽ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേരുകൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ.